ഹലോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ നിങ്ങളുടെ പുതിയ കരിയറിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ ഷിഫ്റ്റിനായുള്ള ഈ ഗൈഡിലേക്ക് വലിയൊരു സ്വാഗതം. നോക്കൂ, ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന നിലയിൽ എനിക്ക് നന്നായി അറിയാം നിങ്ങളുടെ ഈ ആദ്യത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് പേടിപ്പിക്കുന്ന ഒന്നായിരിക്കുമെന്ന്. ഒരുപാട് വെല്ലുവിളികളുണ്ടാകും, പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ എക്സ്പ്ലെയിനറിലൂടെ ആ വെല്ലുവിളികളെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങളെ ഞങ്ങൾ പ്രാപ്തരാക്കും. നമ്മുടെ എമർജൻസി വാർഡില് ഓരോ സെക്കൻഡിനും പൊന്നിന്റെ വിലയാണ് കേട്ടോ. ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. വേഗത്തിലുള്ള പ്രതികരണം ജീവൻ രക്ഷിക്കുന്നു. വ്യക്തമായ ആശയവിനിമയം കാലതാമസം ഒഴിവാക്കുന്നു. നമ്മളെ തേടിവരുന്ന ഓരോ രോഗിയുടെയും ജീവൻ നിലനിർത്തുന്നത് നിങ്ങളെടുക്കുന്ന വളരെ വേഗത്തിലുള്ള ആ തീരുമാനങ്ങളായിരിക്കും. അതെ, ഇവിടെ മടിച്ചു നിൽക്കാൻ നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതൊരു മാനസിക രൂപരേഖയായി, അതായത് ഒരു മെന്റൽ റോഡ് മാപ്പായി നിങ്ങൾക്ക് മാറും. നമ്മളിന്ന് കവർ ചെയ്യുന്നത് 5 കാര്യങ്ങളാണ്. 1. ഇഡിയിലേക്ക് സ്വാഗതം. 2. ട്രയാജും സുപ്രധാന ജീവലക്ഷണങ്ങളും. 3. കാർഡിയാക് അറസ്റ്റ് പ്രോട്ടോക്കോളുകൾ. 4. ഗുരുതരമായ ട്രോമയോടുള്ള പ്രതികരണം. ഒടുവിലായി 5. ഷിഫ്റ്റ് ഹാൻഡ് ഓവറും അച്ചടക്കവും. 1-ാം ഭാഗം, ഇഡിയിലേക്ക് സ്വാഗതം. നമ്മുടെ എമർജൻസി വാർഡിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പ്രിൻസിപ്പലാണ് സ്പീഡ് അഥവാ വേഗത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേഗത്തിലുള്ള പ്രതികരണം തീർച്ചയായും ജീവൻ രക്ഷിക്കും. പക്ഷെ അതൊരിക്കലും ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല. അതിന് മികച്ചൊരു ടീം വർക്കും കൃത്യമായ കമ്മ്യൂണിക്കേഷനും വേണം. ആശയവിനിമയത്തിൽ വരുന്ന ചെറിയൊരു പിഴവ് പോലും വലിയ മെഡിക്കൽ എററുകൾക്ക് കാരണമാകും. അപ്പോൾ ടീമായി നിന്ന് പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു രോഗി എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ വാതിൽക്കലെത്തുമ്പോൾ മുതൽ ആശുപത്രി വിടുന്നത് വരെയുള്ള അവരുടെ യാത്ര ഈ 6 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം രോഗിയുടെ വരവും രജിസ്ട്രേഷനും, അത് കഴിഞ്ഞ് ട്രിയാജ്, തുടർന്ന് ABCD അടിസ്ഥാനമാക്കിയുള്ള പ്രാഥമിക പരിശോധന, പിന്നെ രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യൽ, അതിനുശേഷം ഡോക്ടറുടെ വിശദമായ പരിശോധന, ഏറ്റവും ഒടുവിൽ അഡ്മിറ്റ് ചെയ്യണോ ഡിസ്ചാർജ് ചെയ്യണോ എന്ന അന്തിമ തീരുമാനം. ഈ ഒരു കൃത്യമായ ഫ്ലോ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി 2-ാം ഭാഗം, ട്രയാജും സുപ്രധാന ജീവലക്ഷണങ്ങളും. ഇഡിയുടെ ഹൃദയമിടിപ്പാണ് ഈ ട്രയാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏത് രോഗിക്കാണ് ഏറ്റവും വേഗത്തിൽ ചികിത്സ നൽകേണ്ടതെന്ന് വളരെ മനോഹരമായി ഈ ടേബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ട്രയാജ് കളർ കോഡിംഗ്. ചുവപ്പ് അല്ലെങ്കിൽ റെഡ് കാറ്റഗറി എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള ഒരു നിമിഷം പോലും വൈകാതെ ഉടൻ ചികിത്സ നൽകേണ്ട അവസ്ഥയാണ്. യെല്ലോ കാറ്റഗറി അസ്ഥി ഒടിവുകൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെയും, ഗ്രീൻ കാറ്റഗറി പനി പോലുള്ള ചെറിയ പ്രശ്നങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ വേർതിരിവാണ് നമ്മുടെ ജോലിയെ ഏറ്റവും സുഗമമാക്കുന്നത്. ദാ ഈ ലക്ഷണങ്ങളൊന്നു നോക്കിയേ. ഇതൊക്കെ കണ്ടാൽ ഒരു നിമിഷം പോലും വൈകരുത് കേട്ടോ. നെഞ്ചുവേദന, ശ്വാസതടസ്സം, അബോധാവസ്ഥ, ഫിറ്റ്സ് അഥവാ അപസ്മാരം, കഠിനമായ രക്തസ്രാവം, അല്ലെങ്കിൽ ശരീരം നീലിക്കുന്ന സൈനോസിസ് അവസ്ഥ. ഒരു രോഗി സ്ട്രെച്ചറിൽ വരുമ്പോൾ തന്നെ ഈ അപകട സൂചനകൾ തിരിച്ചറിയാനുള്ള ഒരു സ്കിൽ നിങ്ങൾക്കുണ്ടാകണം. ഈ ലക്ഷണങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫിംഗർ ടിപ്പിലുണ്ടായിരിക്കണം. പെട്ടെന്ന് സീരിയസ് ആയൊരു കേസ് മുന്നിലെത്തുമ്പോൾ പാനിക്കാവാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ ഈ ABCDE അസസ്മെന്റ് നിങ്ങളെ വല്ലാതെ സഹായിക്കും. A ഫോർ എയർവേ, അതായത് ശ്വാസതടസ്സമില്ലെന്ന് ഉറപ്പാക്കുക. B ഫോർ ബ്രീതിംഗ്, ശ്വാസോച്ഛ്വാസം വിലയിരുത്തുക. C ഫോർ സർക്കുലേഷൻ, രക്തയോട്ടവും പൾസും നോക്കുക. D ഫോർ ഡിസബിലിറ്റി, പേഷ്യന്റിന്റെ ന്യൂറോളജിക്കൽ നില വിലയിരുത്തുക. ഒടുവിൽ E ഫോർ എക്സ്പോഷർ, ശരീരത്തിൽ മറ്റു മുറിവുകളുണ്ടോ എന്ന പരിശോധന. സിമ്പിളാണ്, ഈ ഓർഡർ തെറ്റാതെ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായൊരു കാര്യം ഈ സംഖ്യയാണ്, 10. അതെ, 10 മിനിറ്റ്. നെഞ്ചുവേദനയുമായി വരുന്ന ഒരു രോഗി വാതിൽക്കൽ എത്തുമ്പോൾ മുതൽ അവരുടെ ആദ്യത്തെ ECG എടുക്കുന്നതുവരെയുള്ള ഡോർ ടു ECG സമയം പരമാവധി 10 മിനിറ്റിൽ താഴെയായിരിക്കണം. ഇതൊരു ആബ്സല്യൂട്ട് ടാർഗറ്റാണ്. ഹൃദയത്തിന്റെ കാര്യത്തിൽ ആ 10 മിനിറ്റാണ് ഒരുപക്ഷേ അവരുടെ ജീവൻ. 3-ാം ഭാഗം, കാർഡിയാക് അറസ്റ്റ് പ്രോട്ടോക്കോളുകൾ അതിജീവിക്കാം. ഷിഫ്റ്റിലെ ഏറ്റവും ഹൈ സ്റ്റേക്സായ കാര്യമാണിത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് CAB എന്ന സീക്വൻസാണ്. ABCD അല്ല, CAB. ആദ്യം നെഞ്ചിൽ കൃത്യമായ പ്രഷർ നൽകുന്ന കംപ്രഷൻ, പിന്നീട് ശ്വാസനാളം തുറക്കുന്ന എയർവേ, അതിനുശേഷം ശ്വാസം നൽകുന്ന ബ്രീതിംഗ്. ഒരു ജീവൻ തിരികെ കൊണ്ടുവരാൻ യാതൊരു കോംപ്രമൈസുമില്ലാത്ത ബേസിക് പ്രോട്ടോക്കോളാണിത്. കാർഡിയാക് അറസ്റ്റ് നടന്നാൽ ആ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഈ ടൈംലൈൻ കാണിക്കുന്നു. 0 മിനിറ്റിൽ തന്നെ കോഡ് ബ്ലൂ കോൾ ചെയ്യുക. 1-ാമത്തെ മിനിറ്റിൽ ഉടൻ തന്നെ CPR തുടങ്ങുക.
രണ്ടാമത്തെ മിനിറ്റിൽ ഡീഫിബ്രിലേറ്റർ മെഷീൻ ഘടിപ്പിക്കുക. മൂന്നാമത്തെ മിനിറ്റിൽ എമർജൻസി മരുന്നുകൾ നൽകുക. വളരെ കൺട്രോൾഡായി ഒരു പ്രത്യേക താളത്തിൽ ഈ കാര്യങ്ങൾ നടന്നിരിക്കണം. ഇനി ഇതൊരു യഥാർത്ഥ സാഹചര്യത്തിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇ.ഡി. വെയിറ്റിംഗ് ഏരിയയിൽ 55 വയസ്സുള്ള ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. സോ എന്താദ്യം ചെയ്യാ? ഉത്തരം വളരെ സിമ്പിളാണ്. ഉടൻ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുക, CPR തുടങ്ങുക, AED ഘടിപ്പിക്കുക, എമർജൻസി ഡ്രഗ്സ് റെഡിയാക്കി വെക്കുക. നമ്മളൊരു ഇ.ഡി. നേഴ്സ് ആവുമ്പോൾ നമ്മുടെ റിഫ്ലെക്സ് ഈ ഒരു സ്പീഡിലായിരിക്കണം. 4-ാം ഭാഗം ഗുരുതരമായ ട്രോമയോടുള്ള പ്രതികരണം. ട്രോമ കേസുകൾ കാണുമ്പോൾ ഭയങ്കര കിയോട്ടിക്കായി തോന്നാമെങ്കിലും വളരെ സ്ട്രിക്റ്റായ പ്രോട്ടോക്കോളിലൂടെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. ഈ സ്ലൈഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫറന്റ് എമർജൻസികൾക്ക് നമ്മൾ എങ്ങനെ വ്യത്യസ്ത അപ്രോച്ചുകൾ നൽകുന്നു എന്നിവിടെ കാണാം. ഒരു ട്രോമ പേഷ്യന്റിന് നമ്മൾ ആദ്യം നോക്കുന്നത് എയർവേ ക്ലിയർ ആണോ, രക്തസ്രാവമുണ്ടോ, സെർവിക്കൽ സ്പൈൻ സ്റ്റേബിൾ ആണോ എന്നൊക്കെയാണ്. എന്നാൽ ഒരു സ്ട്രോക്ക് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ നേരെ ഫാസ്റ്റ് അസസ്മെന്റിലേക്ക് പോകുന്നു. 25 മിനിറ്റിനുള്ളിൽ CT സ്കാൻ എടുക്കുന്നു. കണ്ടോ, രണ്ടും രണ്ട് വഴികളാണ്. മറ്റൊരു ഹൈസ്റ്റേക്ക് സീൻ നോക്കാം. ഒരു വലിയ വാഹനാപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിൽ വരുന്ന ഒരു പോളിട്രോമ പേഷ്യന്റ്. ഇവിടെ എന്ത് ചെയ്യുന്നതിനു മുൻപും പേഷ്യന്റിന്റെ കഴുത്തിന് അനക്കം തട്ടാതെ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്യുകയും എയർവേ നോക്കുകയും വേണം. പിന്നെ പെട്ടെന്ന് തന്നെ IV ആക്സസ് എടുത്ത് മരുന്നുകൾ നൽകാനും ട്രോമ ടീമിനെ ആക്ടിവേറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് ഓക്സിജൻ ഉപകരണങ്ങളാണിത്. ഏത് ഡിവൈസിൽ എത്ര ഫ്ലോ റേറ്റിൽ ഓക്സിജൻ നൽകണമെന്നറിയുന്നത് നമ്മുടെ ഡെയിലി സ്കില്ലിന്റെ ഭാഗമാണ്. നേസൽ പ്രോങ്സ് വഴി 1 മുതൽ 5 ലിറ്റർ വരെയും, ഫേസ് മാസ്ക് വഴി 5 മുതൽ 10 ലിറ്റർ വരെയും, പിന്നെ വളരെ സീരിയസ് ആവുമ്പോൾ NRBM വഴി 10 മുതൽ 15 ലിറ്റർ വരെയും ഓക്സിജൻ കൊടുക്കാം. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നതെന്നും ഷിഫ്റ്റ് അവസാനിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും നോക്കാം. 5-ാം ഭാഗം ഷിഫ്റ്റ് ഹാൻഡ് ഓവറും അച്ചടക്കവും. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ സൂപ്പർവൈസർമാർ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നതെന്ന് നോക്കൂ. ഇതാണ് KPI ടാർഗറ്റുകൾ. ട്രയാജ് 5 മിനിറ്റിനുള്ളിൽ തീർക്കണം. രോഗി വന്ന് 10 മിനിറ്റിനുള്ളിൽ ECG എടുക്കണം. അതുപോലെ 10 മിനിറ്റിനുള്ളിൽ രോഗിയെ ഡോക്ടർ കണ്ടിരിക്കണം. നിങ്ങളുടെ ഈ സ്പീഡ് തന്നെയാണ് EDയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആവണം. കാരണം നിങ്ങളുടെ ഷിഫ്റ്റ് തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? പേഷ്യന്റിന്റെ കറന്റ് സ്റ്റേറ്റസ്, അലേർട്ടുകൾ, ഇനി വരാനുള്ള റിസൾട്ടുകൾ ഇതെല്ലാം അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ആൾക്ക് യാതൊരു തെറ്റുമില്ലാതെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ ഫ്ലോലെസ് ഹാൻഡ് ഓവർ ഇല്ലാതെ ഒരു ഷിഫ്റ്റും അവസാനിക്കുന്നില്ല. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ക്ലിനിക്കൽ നോളജ് എന്നത് ജോലിയുടെ പകുതി മാത്രമേ ആകുന്നുള്ളൂ. കൃത്യസമയത്ത് ജോലിക്ക് വരിക, പ്രോപ്പർ യൂണിഫോമും ID കാർഡും ധരിക്കുക, എല്ലാവരോടും പ്രൊഫഷണലായി പെരുമാറുക. ഇതാണ് ബാക്കി പകുതി. ടീമിനെ മുൻനിർത്തിയുള്ള ഈ അച്ചടക്കമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ED കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോ നമ്മൾ കണ്ടതുപോലെ അത്യാഹിതങ്ങൾ ഒരിക്കലും ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. ഈ പ്രോട്ടോക്കോളുകളെല്ലാം വെച്ച് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കൃത്യമായി റെസ്പോണ്ട് ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? തീർച്ചയായും അതെ. അപ്പോ നിങ്ങളുടെ ഈ പുതിയ ED ഷിഫ്റ്റിന് എന്റെ എല്ലാവിധ ആശംസകളും. നമുക്ക് ഫ്ലോറിൽ വെച്ച് കാണാം. ഗുഡ് ലക്ക്.